നിങ്ങൾക്കറിയാമോ, ഭൂമിയിലെ ഏറ്റവും വലിയ നിഗൂഢതകൾ പലപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നത് മനുഷ്യൻ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത സമുദ്രത്തിന്റെ അഗാധതകളിലാണ്. എത്രയൊക്കെ ശാസ്ത്രം പുരോഗമിച്ചാലും ചില കടൽ കഥകൾ മനുഷ്യന്റെ യുക്തിയെയും ചിന്താശേഷിയെയും നോക്കി ഇന്നും പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. അത്തരത്തിൽ സങ്കല്പ കഥകളേക്കാൾ പേടിപ്പെടുത്തുന്ന ഹോളിവുഡ് ഹൊറർ സിനിമകളെപ്പോലും വെല്ലുന്ന ഒരു യഥാർത്ഥ സംഭവമുണ്ട്. 1947-48 കാലഘട്ടത്തിൽ മലാക്ക കടലിടുക്കിൽ വെച്ച് സംഭവിച്ച SS ഔറംഗ് മെഡാൻ എന്ന കപ്പലിന്റെ ദുരന്തം. ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ചുരുളഴിയാത്ത ഈ രഹസ്യം CIA പോലെയുള്ള ലോകത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസികളെപ്പോലും കുഴപ്പിച്ച ഒന്നാണ്. ഒരു പോറലുമില്ലാത്ത കപ്പൽ, എന്നാൽ അതിനുള്ളിൽ മരവിച്ച് കിടക്കുന്ന മുഴുവൻ ജീവനക്കാരും, ഭയം തളം കെട്ടിക്കിടക്കുന്ന അവരുടെ മുഖങ്ങൾ, ആകാശത്തേക്ക് ചൂണ്ടുന്ന വിരലുകൾ, ഇതെല്ലാം എന്തിൻ്റെ സൂചനയായിരുന്നു? ശാസ്ത്രത്തിനും ചരിത്രത്തിനും ഇന്നും ഉത്തരം നൽകാൻ കഴിയാത്ത ആ മരണക്കപ്പലിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ലോകം പതുക്കെ ശാന്തതയിലേക്ക് മടങ്ങി വരുന്ന കാലം. വാണിജ്യ കപ്പലുകൾ ഏഷ്യൻ സമുദ്രപാതകളിൽ വീണ്ടും സജീവമായി തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു സാധാരണ ദിവസമാണ് ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും ഇടയിലുള്ള തിരക്കേറിയ സമുദ്രപാതയായ മലാക്ക കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന അമേരിക്കൻ കപ്പലുകളായ സിൽവർ സ്റ്റാറിനും സിറ്റി ഓഫ് ബാൾട്ടിമോറിനും ഡച്ച് റേഡിയോ സ്റ്റേഷനുകൾക്കും ഒരു അടിയന്തര SOS സന്ദേശം ലഭിക്കുന്നത്. മോഴ്സ് കോഡിൽ വന്ന ആ സന്ദേശത്തിന്റെ അർത്ഥം ഗ്രഹിച്ച റേഡിയോ ഓപ്പറേറ്റർമാരുടെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പങ്ങനെ പാഞ്ഞുപോയി. ക്യാപ്റ്റൻ അടക്കം എല്ലാ ഉദ്യോഗസ്ഥരും മരിച്ചു. കപ്പലിലെ നാവികരും മരിച്ചു കിടക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതായിരുന്നു ആ സന്ദേശത്തിന്റെ ആദ്യ ഭാഗം. തുടർന്ന് അർത്ഥമില്ലാത്ത കുറച്ച് ശബ്ദങ്ങൾ. ഒടുവിൽ വിറയാർന്ന ഒരു ശബ്ദത്തിൽ ആ അവസാന വാചകവും എത്തിച്ചേർന്നു: ഞാനും മരിക്കുന്നു. അതോടെ ആ റേഡിയോ പൂർണ്ണമായും നിശബ്ദമായി. കടലിന്റെ നടുവിൽ സഹായത്തിനായി കേഴുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ പിടച്ചിലായിരുന്നു അത്. സന്ദേശം എവിടെ നിന്നാണ് വന്നതെന്ന് പരിശോധിച്ച അമേരിക്കൻ നാവികർ അത് SS ഔറംഗ് മെഡാൻ എന്ന ഡച്ച് ചരക്ക് കപ്പലിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞു. ഒട്ടും സമയം പാഴാക്കാതെ സിൽവർ സ്റ്റാർ എന്ന കപ്പൽ തങ്ങളുടെ ദിശ മാറ്റി ഔറംഗ് മെഡാനെ ലക്ഷ്യമാക്കി കുതിച്ചു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ സിൽവർ സ്റ്റാർ ഔറംഗ് മെഡാന്റെ അരികിലെത്തി. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ കപ്പലിന് യാതൊരു കുഴപ്പവും ഉള്ളതായി അവർക്ക് തോന്നിയില്ല. കൊടുങ്കാറ്റിൽപ്പെട്ടതിന്റെ ലക്ഷണങ്ങളോ മറ്റ് കപ്പലുകളുമായി കൂട്ടിയിടിച്ചതിന്റെ പാടുകളോ അവിടെ ഉണ്ടായിരുന്നില്ല. കപ്പൽ പൂർണ്ണമായും ശാന്തമായിരുന്നു. ഭയപ്പെടുത്തുന്ന ഒരുതരം നിശബ്ദത. നിരന്തരം റേഡിയോ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് സിൽവർ സ്റ്റാറിലെ ക്യാപ്റ്റൻ ഒരു സംഘം നാവികരെ ഔറംഗ് മെഡാനിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അവർ കപ്പലിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കണ്ട കാഴ്ച യുദ്ധമുഖത്ത് പോലും അവർ കണ്ടിട്ടില്ലാത്ത അത്ര ഭീകരമായിരുന്നു. കപ്പലിന്റെ ഡെക്കിലും ക്യാബിനിലുമെല്ലാമായി നാവികരുടെ മൃതദേഹങ്ങൾ അങ്ങനെ ചിതറിക്കിടക്കുന്നു. ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ ക്യാബിനിലും സന്ദേശമയച്ച റേഡിയോ ഓപ്പറേറ്റർ ആ ഉപകരണത്തിന് മുന്നിലും മരിച്ചു കിടപ്പുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണ സംഘത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് മൃതദേഹങ്ങളുടെ കിടപ്പായിരുന്നു. ഓരോരുത്തരും മരിച്ചിരിക്കുന്നത് എന്തോ വലിയ ഭീകരതയെ കണ്ട് ഭയന്ന നിലയിലാണ്. അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. വായ ഭയത്താൽ എങ്ങനെ പിളർന്നിരിക്കുന്നു. കൈകൾ ആകാശത്തേക്കോ അല്ലെങ്കിൽ കപ്പലിന്റെ മുകൾ ഭാഗത്തേക്കോ ചൂണ്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്തോ ഒന്ന് അവരെ ആക്രമിക്കാൻ വരുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുന്നത് പോലെയാണ് അവരുടെ ശരീരപ്രകൃതി ഉണ്ടായിരുന്നത്. അവിശ്വസനീയമെന്ന് പറയട്ടെ, കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു വളർത്തുനായ പോലും പല്ലിറുമി എന്തോ കണ്ട് ഭയന്ന നിലയിലാണ് ചത്തുകിടന്നിരുന്നത്. പരിശോധനയിൽ മറ്റൊരു വിചിത്രമായ കാര്യം കൂടി അവർ ശ്രദ്ധിച്ചു. മരിച്ചവരുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള മുറിവുകളോ രക്തസ്രാവമോ ശാരീരികമായി ആക്രമിക്കപ്പെട്ടതിൻ്റെ പാടുകളോ ഉണ്ടായിരുന്നില്ല. പുറത്ത് നല്ല വെയിലുള്ള ഉച്ച സമയമായിരുന്നു അപ്പോൾ. എന്നാൽ കപ്പലിൻ്റെ ബോയിലർ റൂമിലും താഴത്തെ തട്ടുകളിലും കോച്ചിയടിക്കുന്ന തണുപ്പായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ കപ്പലിൽ എന്താണ് സംഭവിച്ചത്? ഒരു പോറലുമില്ലാതെ ഇത്രയും ആളുകൾ എങ്ങനെയാണ് ഒരേ ഭാവത്തോടെ മരിച്ചു വീണത്? കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഔറംഗ് മെഡാനെ കെട്ടിവലിച്ച് ഏറ്റവും അടുത്തുള്ള തുറമുഖത്തെത്തിക്കാൻ സിൽവർ സ്റ്റാറിലെ ക്യാപ്റ്റൻ ഉത്തരവിട്ടു. ഇതിനായുള്ള വടങ്ങൾ ബന്ധിപ്പിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ആ സംഭവമുണ്ടായത്. കപ്പലിന്റെ അടിത്തട്ടിൽ നിന്നും, അതായത് കാർഗോ ഹോൾഡിൽ ചരക്കുകൾ സൂക്ഷിക്കുന്ന ആ സ്ഥലം, അവിടെ നിന്നും വലിയ തോതിൽ പുക ഉയരാൻ തുടങ്ങി. അപകടം മണത്ത നാവികർ ഉടൻ തന്നെ വടങ്ങൾ മുറിച്ചു മാറ്റി തങ്ങളുടെ കപ്പലിലേക്ക് തിരികെ കയറി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. നിമിഷങ്ങൾക്കകം ചെവികൾ പിളർക്കുന്ന വലിയൊരു പൊട്ടിത്തെറിയോടെ ഔറംഗ് മെഡാൻ കത്തിയമർന്നു. ആ വലിയ കപ്പൽ അതിലെ ദുരൂഹതകൾക്കൊപ്പം കടലിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് എന്നേക്കുമായി താഴ്ന്നുപോയി. അതോടെ ഈ ദുരന്തത്തെക്കുറിച്ച് പഠിക്കാനുള്ള ആകെയുള്ള തെളിവാണ് ഇല്ലാതായത്. ഒരുപക്ഷെ ആ പൊട്ടിത്തെറി സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുമായിരുന്നു.
ഈ സംഭവത്തിന് ശേഷം ഔറംഗ് മെഡാനെക്കുറിച്ച് ഔദ്യോഗിക അന്വേഷണങ്ങൾ ആരംഭിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ച ഒരു വസ്തുത പുറത്തു വന്നു. ലോയിഡ്സ് രജിസ്റ്റർ പോലെയുള്ള അന്താരാഷ്ട്ര ഷിപ്പിംഗ് രേഖകളിൽ എവിടെയും ഇങ്ങനെയൊരു കപ്പലിന്റെ പേരുണ്ടായിരുന്നില്ല. ഇന്തോനേഷ്യയിലെ സുമാത്രയിലുള്ള മെഡാൻ നഗരത്തിൽ നിന്നുള്ളവർ എന്നാണ് ഔറംഗ് മെഡാൻ എന്ന വാക്കിന്റെ അർത്ഥം. രേഖകളിൽ ഇല്ലാത്ത ഒരു കപ്പൽ എങ്ങനെയാണ് കടലിലൂടെ സഞ്ചരിച്ചത്? ഇത് പല സംശയങ്ങൾക്കും വഴിതെളിച്ചു. ഈ കപ്പൽ നിയമവിരുദ്ധമായി ആയുധങ്ങളോ രാസവസ്തുക്കളോ കടത്തുന്ന ഒരു കള്ളക്കടത്ത് കപ്പലായിരുന്നുവെന്നാണ് പ്രധാനപ്പെട്ട ഒരു അനുമാനം. വർഷങ്ങൾക്ക് ശേഷം 2003 അമേരിക്കൻ രഹസ്യാന്വേഷണ ചാര സംഘടനയായ CIA പുറത്തുവിട്ട ചില രേഖകളിൽ ഈ കപ്പലിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഔറംഗ് മെഡാൻ ഒരു വെറും കെട്ടുകഥയല്ലെന്നും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ചില രഹസ്യ നീക്കങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന കപ്പലായിരിക്കാം ഇതെന്നും CIA രേഖകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ അവർക്കും കഴിഞ്ഞില്ല. തെളിവുകൾ കടലിൽ മുങ്ങിപ്പോയതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ശാസ്ത്ര ലോകത്തും പുറത്തും ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും യുക്തിസഹമായി തോന്നുന്ന ഒന്നാണ് വിഷവാതക ചോർച്ച അഥവാ കെമിക്കൽ വെപ്പൺ തിയറി. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യത്തിന്റെ കുപ്രസിദ്ധമായ യൂണിറ്റ് 731 വികസിപ്പിച്ചെടുത്ത മാരകമായ നാഡീവാതകങ്ങളോ അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്, നൈട്രോഗ്ലിസറിൻ തുടങ്ങിയ രാസവസ്തുക്കളോ ആയിരിക്കാം ഈ കപ്പൽ കടത്തിയിരുന്നത്. സമുദ്രജലവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴോ ചെറിയൊരു താപവ്യത്യാസമുണ്ടാകുമ്പോഴോ നൈട്രോഗ്ലിസറിൻ പോലെയുള്ള വസ്തുക്കൾ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകും. കപ്പലിന്റെ അടിത്തട്ടിൽ നിന്നും പുക ഉയർന്നതും പൊട്ടിത്തെറിച്ചതും ഈ വാദത്തെ ശരിവെക്കുന്നു. നാഡീവ്യവസ്ഥയെ തളർത്തുന്ന മാരകമായ വിഷവാതകം ശ്വസിച്ചതാകാം നാവികർ കൂട്ടത്തോടെ മരിക്കാൻ കാരണം. ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ ഉണ്ടാകുന്ന പേശി വലിവ് കാരണമാകാം അവരുടെ മുഖത്ത് ഭയത്തിന്റെ ഭാവങ്ങൾ ഉണ്ടായതും കൈകൾ മുകളിലേക്ക് ഉയർന്നതും എന്ന് ശാസ്ത്രജ്ഞർ വാദിക്കുന്നു. മറ്റൊരു പ്രധാന സിദ്ധാന്തം കാർബൺ മോണോക്സൈഡ് ചോർച്ചയാണ്. കപ്പലിന്റെ ബോയിലർ റൂമിൽ നിന്നോ മറ്റോ ഉണ്ടായ കാർബൺ മോണോക്സൈഡ് ചോർച്ചയാകാം മരണകാരണം. നിറമോ മണമോ ഇല്ലാത്ത ഈ വാതകം പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് നയിക്കും. എന്നാൽ ഈ സിദ്ധാന്തത്തിന് വലിയൊരു പോരായ്മയുണ്ട്. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരിക്കുന്നവർ സാധാരണയായി ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് പതിവ്. അല്ലാതെ ഭയന്ന് വിറച്ചുള്ള ഒരു മരണപ്പാച്ചിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതുകൂടാതെ ഇൻഫ്രാസൗണ്ട് പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളും കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ കേൾവിശക്തിക്കപ്പുറമുള്ള വളരെ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങൾ കടലിൽ രൂപപ്പെടാറുണ്ട്. ഇത് മനുഷ്യരിൽ കടുത്ത ഉത്കണ്ഠയും ഹൃദയസ്തംഭനവും വരെ ഉണ്ടാക്കാം. അന്യഗ്രഹ ജീവികളുടെ ആക്രമണം മുതൽ സമുദ്രത്തിലെ അജ്ഞാത രാക്ഷസന്മാരെ വരെ ഈ ദുരന്തവുമായി ബന്ധപ്പെടുത്തി കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. അവസാന നിമിഷം അവർ കണ്ട ആ കാഴ്ച ഒരുപക്ഷെ അത്തരം ഒരു അതീന്ദ്രിയ ശക്തിയുടേതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നവരും ചുരുക്കമല്ല. SS ഔറംഗ് മെഡാന്റെ കഥ പലപ്പോഴും ഒരു നാവിക ഇതിഹാസമായി അല്ലെങ്കിൽ ഒരു അർബൻ ലെജൻഡായി തള്ളിക്കളയാൻ ചില ചരിത്രകാരന്മാർ ശ്രമിച്ചിട്ടുണ്ട്. വ്യക്തമായ ഔദ്യോഗിക രേഖകളുടെ അഭാവമാണ് ഇതിന് കാരണം. എന്നാൽ 1950കളിൽ ഇറങ്ങിയ വിവിധ പത്രക്കുറിപ്പുകളും റേഡിയോ സന്ദേശങ്ങളിൽ ലഭിച്ച അമേരിക്കൻ നാവികരുടെ സാക്ഷ്യപ്പെടുത്തലുകളും ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്നു. ഒരു മുറിവ് പോലുമില്ലാതെ ഇത്രയും മനുഷ്യരും ഒരു മൃഗവും ഒരേ സമയം മരിച്ചു വീഴണമെങ്കിൽ അവർക്ക് നേരെ വന്ന ആ ഭീഷണി എന്തായിരുന്നിരിക്കണം? ആകാശത്തേക്ക് വിരൽ ചൂണ്ടി കണ്ണു തുറച്ചു കിടന്ന ആ നാവികർ നമ്മളോടെന്തോ പറയാൻ ശ്രമിക്കുകയായിരുന്നില്ലേ? ഇതിനുള്ള ഉത്തരം ഒരുപക്ഷെ മലാക്ക കടലിടുക്കിന്റെ ഇരുണ്ട അടിത്തട്ടിൽ കത്തിയമർന്ന ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ടാകാം. ലോകത്തോട് ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ പോയ ആ ക്യാപ്റ്റന്റെ അവസാന സന്ദേശം ഇന്നും കടൽക്കാറ്റിലൂടെ അലയടിക്കുന്നുണ്ടെന്ന് ചില നാവികർ വിശ്വസിക്കുന്നു. സമുദ്രമെന്നത് എത്ര കണ്ടുപിടിച്ചാലും തീരാത്ത ഒരു വലിയ സമസ്യയാണ്. അത് ചില രഹസ്യങ്ങൾ ആരെയും അറിയിക്കാതെ അതിൻ്റെ നെഞ്ചിൽ തന്നെ കാത്തു സൂക്ഷിക്കും. SS ഔറംഗ് മെഡാനിലെ ആ മരവിച്ച മുഖങ്ങളെ പോലെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.